ഹായ് ഫ്രണ്ട്സ്, ഐ എം ധന്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 2 മിനിറ്റിൽ എങ്ങനെ ഇൻസ്റ്റൻറ്റ് പൊറോട്ട തയ്യാറാക്കാം എന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പൊറോട്ടയാണ് ഇത്. വെറും 2 മിനിറ്റ് മതി നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴോ ഒക്കെ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് പൊറോട്ട ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് ഹാഫ് കുക്ക്ഡ് പൊറോട്ടയാണ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എലൈറ്റിൻ്റെ തന്നെ പൊറോട്ടയാണ് ഇത്. എലൈറ്റിൻ്റെ ഹാഫ് കുക്ക്ഡ് മലബാർ പൊറോട്ടയാണിത്. ഈ പാക്കറ്റിൽ 9 പീസ് പൊറോട്ടയാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ 9 പീസ് പൊറോട്ട ഉണ്ടെങ്കിലും ഞാനിതിലൊരു 5 പീസ് പൊറോട്ടയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു 5 പീസ് പൊറോട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഹാഫ് കുക്ക്ഡ് പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൊറോട്ടയൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. നോൺ സ്റ്റിക്കിൻ്റെ തവ ആയതുകൊണ്ട് നമുക്കിതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യണമെന്നൊന്നുമില്ല. എങ്കിലും ഞാനിതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പൊറോട്ട കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തവയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കത് അതിൽ നിന്നും ഒരു പൊറോട്ട എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവുന്നതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു തവി വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് പൊങ്ങിയിട്ട് വരും. ഈ 2 ഭാഗവും വേവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചോട്ട് വേവിച്ചു കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയൊക്കെ പോലെ തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ പൊറോട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കണമെന്ന് മാത്രം. ഇനി അതുപോലെ തന്നെ ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് പ്ലേറ്റിൽ ഇട്ടിട്ട് കൈകൊണ്ട് ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ലെയറായിട്ട് കിട്ടുന്നതാണ്. പൊറോട്ട ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോട് കൂടി തന്നെ നമുക്കിത് കൈവച്ച് അടിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇതിങ്ങനെ ലെയറായിട്ട് കിട്ടത്തുള്ളൂ. തണുത്തു പോയാൽ അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ അടുത്ത പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 5 പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് കൈകൊണ്ട് അടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ലെയറായിട്ട് കിട്ടുന്നതാണ്. ലെയറായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതുമാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പൊറോട്ടയാണിത്. ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം നമുക്ക് ഇത് പാക്കറ്റിൽ നിന്നെടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ കൂടിയും ഇഷ്ടക്കറിയുടെ കൂടിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ പൊറോട്ട. പിന്നെ വല്ലാണ്ട് ഹെവിയും അല്ല. സാധാരണ പൊറോട്ടയുടെ അത്ര ലെയറും ആയിരിക്കില്ല, അത്ര ഹെവിയും ആയിരിക്കില്ല. ലൈറ്റായിരിക്കും. ചപ്പാത്തിയൊക്കെ പോലെ തന്നെ ലൈറ്റായിട്ടാണ് വരിക. പൊറോട്ടയിലെ ഇൻഗ്രീഡിയൻസ് മൈദ ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. ഇടയ്ക്കൊക്കെ കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you with the next video. Thank you.